നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനിയിൽ നടക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയിലെ കുടുംബശ്രീയുടെ മെഗാ ഫുഡ് കോർട്ടിൽ ആദ്യ ദിനം നടന്നത് റെക്കോർഡ് വിൽപ്പന. ഭക്ഷ്യവിപണനത്തിലൂടെ 6.11 ലക്ഷം രൂപയാണ് കുടുംബശ്രീ കരസ്ഥമാക്കിയത്. 2025 ജനുവരിയിൽ ചെങ്ങന്നൂരിൽ നടന്ന സരസ് മേളയിലെ ആദ്യദിന റെക്കോർഡ് വിൽപ്പനയെ മറികടക്കാൻ ഇത്തവണ ചാലിശ്ശേരിയിലെ സരസ് മേളയ്ക്ക് കഴിഞ്ഞു. 5,31,000 രൂപയായിരുന്നു 2025 ജനുവരിയിൽ ചെങ്ങന്നൂരിൽ സംഘടിപ്പിച്ച സരസ് മേളയിലെ ഭക്ഷ്യമേളയിൽ ആദ്യ ദിനം കുടുംബശ്രീ നേടിയത്. ഇക്കുറി സംസ്ഥാന തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ മലബാർ വിഭവങ്ങൾ ഒരുക്കി 52,020 രൂപ നേടി വിൽപ്പനയിൽ ആദ്യ ദിനം ഒന്നാം സ്ഥാനത്തെത്തി. 47,450 രൂപ നേടി പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. 43,300 രൂപ നേടി കോട്ടയം ജില്ല മൂന്നാം സ്ഥാനവും നേടി. ഇതര സംസ്ഥാന ഫുഡ് സ്റ്റോളുകളിലെ വിഭവങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. 1,94,000 രൂപയുടെ വിഭവങ്ങളാണ് വിറ്റുപോയത്. രാജസ്ഥാനിലെ ഗ്രാമീണ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ തയ്യാറാക്കിയ വിഭവങ്ങളുടെ വിൽപ്പനയിലൂടെ 27,840 രൂപയും, തമിഴ്നാട്ടിലെ വിഭവങ്ങൾക്ക് 25,620 രൂപയും, ഉത്തരാഖണ്ഡിലെ സംരംഭകർക്ക് 24,100 രൂപയും നേടാനായി. സരസ് മേളയുടെ സാംസ്കാരിക സദസ്സിൽ നടന വിസ്മയം തീർത്ത് ചലച്ചിത്ര താരം നവ്യ നായർ. ഗണേശ മല്ലാരിയിൽ തുടങ്ങിയ ഭരതനാട്യം സോളോ കച്ചേരി കലാപ്രേമികളിൽ യഥാർത്ഥത്തിൽ ആനന്ദ നടനമായി. ആദിതാളത്തിലും ഖമാസ് രാഗത്തിലുമായി അവതരിപ്പിച്ച മാധേ മലയധ്വജ എന്ന വർണ്ണവും ആസ്വാദകർ നെഞ്ചിലേറ്റി. തുടർന്ന് നടന്ന ഭരതനാട്യത്തിന്റെ ഭാവാഭിനയ അവതരണങ്ങളും അവിസ്മരണീയമായി. പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നന്ദനം എന്ന ചലച്ചിത്രത്തിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന ഗാനത്തിന് നൃത്താവിഷ്കാരം നൽകി ആനന്ദാശ്രുവോടെ നവ്യ നടനം പര്യവസാനിച്ചു. മന്ത്രി MP രാജേഷ് നവ്യയ്ക്ക് സ്നേഹാദരം നൽകി. പ്രധാന വേദിയിൽ നടന്ന നവ്യ നടന വിസ്മയത്തിന് ആയിരക്കണക്കിന് കലാസ്വാദകരാണ് എത്തിയത്. സദസ്സിനകത്തും പുറത്തും നൃത്തം ആസ്വദിക്കാൻ നീണ്ട നിരയായിരുന്നു. ചലച്ചിത്ര താരവും നർത്തകിയുമെല്ലാം. പക്ഷെ അതിനപ്പുറം എനിക്ക് നമ്മയോട് ആദരവ് തോന്നിയിട്ടുള്ള കാര്യം, സെലിബ്രിറ്റി എന്ന നിലയിലുള്ള ഈ വളരെ ആഭാവം നിറഞ്ഞ ഒരു ജീവിത പരിസരത്തൊക്കെ നിൽക്കുമ്പോഴും എന്നെ ആദ്യം നമ്മൾ വിളിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുകമ്പയുള്ള, കരുണയുള്ള, സ്നേഹമുള്ള ഒരു മനസ്സ് കഷ്ടപ്പെടുന്നവരൊക്കെ അത്തരം അനുകമ്പയും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് എന്നത് എന്നെ അനുഭവപ്പെടുത്തി. അതിനുവേണ്ടി നല്ലവർക്ക് തപ്പിയെടുത്ത് പിടിച്ചത് ഓർക്കുന്നത് അനുഭവം. രുചി കൊണ്ട് സ്നേഹം മുട്ടുന്നവരെന്ന ഖ്യാതിയുള്ളവരാണ് കോഴിക്കോട്ടുകാർ. സരസ് മേള ഫുഡ് കോർട്ടിൽ കോഴിക്കോടൻ വിഭവങ്ങൾ ഭക്ഷണപ്രേമികളെ മാടി വിളിക്കുകയാണ്. നിങ്ങൾ കോഴിക്കോട്ടെ അതിശയപത്രി കഴിച്ചീന, പോന്നോളി പള്ള നിറയെ കഴിക്കാം. മേളയിലെ ഫുഡ് കോർട്ടിലെത്തിയാൽ കേൾക്കാം കോഴിക്കോടൻ ശൈലിയിലെ സ്നേഹത്തോടെയുള്ള ആ വിളി മാത്രമല്ല, പറഞ്ഞതുപോലെ വയറുനിറയെ മലബാറൻ സ്പെഷ്യൽ വിഭവങ്ങളും ഫുഡ് കോർട്ടിലെ കോഴിക്കോടൻ സ്റ്റോളുകളിലുണ്ട്. കോഴിക്കോട് തനിമ കുടുംബശ്രീ അംഗങ്ങളായ ഇരട്ട സഹോദരിമാരാണ് സ്റ്റോളിൽ ആവേശത്തോടെ കച്ചവടം നടത്തുന്നത്. ഫിദ PG സൈക്കോളജിയും നിത B.Ed വിദ്യാർത്ഥിയുമാണ്. ലെയറുകളിലാക്കിയ ചപ്പാത്തിയിൽ കോഴിയും മസാലയും പ്രത്യേകം ചേർത്തുണ്ടാക്കുന്ന അതിശയപത്തിരിയുടെ രുചി അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. അത് മലബാർ സ്നാക്സുകള്, പൊട്ട ഷവർമ ഉണ്ട്, ഇറച്ചിപ്പത്തിരി ഉണ്ട്, സ്വീറ്റ് കുനാഫ ഉണ്ട്, പിന്നെ ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ട്, ചിക്കൻ കുനാഫ ഉണ്ട്, ഉന്നക്കായ ഉണ്ട്, പഴം നിറച്ചതുണ്ട്, പിന്നെ ഓലമടക്ക് ചിക്കൻ, പിന്നെ വിവിധ തരം കോംബോകൾ എന്ന് പറയുന്നത് കഞ്ചീരക്കോഴി കോംബോ ഉണ്ട്, ബീഫ് അലാക്കുല കോംബോ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ കോഴിക്കോടൻ സ്പെഷ്യലായ ചിക്കൻ ഓലമടക്ക്, കല്ലുമക്കായ കൂന്തൽ നിറച്ചത്, കരിഞ്ജീരകക്കോഴി ചിക്കൻ പൊട്ടിത്തെറിച്ചത് തുടങ്ങി വിവിധങ്ങളായ വിഭവങ്ങളും കഴിക്കാം. കല്ലുമക്കായ ഇവിടെ ഏറ്റവും സെയിലിംഗ് നടക്കുന്നത് കല്ലുമക്കായാണ്. നമ്മൾ ട്രേ വെച്ച് ഇപ്പൊ 3ാമത്തെ ട്രേ ആണ്. ആൾക്കാർ വന്ന് ഫുള്ള് മേടിച്ചോണ്ടാണ്. ഇവിടെ എല്ലാതും നല്ല സെയിലിംഗ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കൊട്ട ഷവർമ ഉണ്ട്, ഉന്നക്കായ ഉണ്ട്, ചിക്കൻ ഓലമടക്ക് ഉണ്ട്. ചിക്കൻ ഓലമടക്ക് ഇപ്പോൾ കൊടുന്ന് വെച്ചിട്ടുള്ളത് തീരാനായി. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടാവും, മസാല ഉണ്ടാവും, ഫില്ലിങ്സ് ഉണ്ടാവും, സാധാരണ നോർമൽ
അതുപോലെ തന്നെ പക്ഷേ എന്താണ് കോഴിക്കോട് സ്പെഷ്യാലിറ്റി ആണ്. പിന്നെ കൊട്ട ഷവർമ്മ ഫില്ലിങ്സ് വന്നിട്ട് സോസൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഡറി ആയിട്ടുള്ള ഒരു ഷവർമ്മ. പിന്നെന്താ ഉന്നക്കായ്, പിന്നെ കരിഞ്ജീരക കോഴി, അത് കോംബോ വരുന്നുണ്ട്. കുഷ്ക റൈസും ജീരകക്കോഴി. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഒറ്റപ്പാലം താലൂക്കിൽ മികച്ച പ്രവർത്തനം നടത്തിയതിനുള്ള 1ാം സ്ഥാനം വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്. ചെർപ്പുളശ്ശേരിയിൽ നടന്ന സഹകരണ വാരാഘോഷ സമാപന ചടങ്ങിൽ ട്രോഫികൾ സമ്മാനിച്ചു. ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്ക് തല സമാപന സമ്മേളനം നടന്നത്. 2025 നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഒറ്റപ്പാലം താലൂക്കിൽ 1ാം സ്ഥാനവും മികച്ച പ്രവർത്തനത്തിന് 2ാം സ്ഥാനവും ലഭിച്ചതിനുള്ള ട്രോഫികൾ ഇത്തവണ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് കരസ്ഥമാക്കി. പി മമ്മിക്കുട്ടി MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായിരുന്നു. സഹകരണ യൂണിയൻ ഒറ്റപ്പാലം ഡയറക്ടറും ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ P ഷാജി, വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ബഷീർ, M മോഹനൻ, T അനിൽകുമാർ, രവികുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലൂടെ ഗ്രാമീണ വികസന ശാക്തീകരണം എന്ന വിഷയത്തിൽ VN ബാബു ക്ലാസ് നയിച്ചു. നിക്ഷേപ സമാഹരണത്തിലും പ്രവർത്തന മികവിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റു സംഘങ്ങൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. താലൂക്ക് തല പ്രബന്ധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ച ട്രോഫികൾ ബാങ്ക് പ്രസിഡന്റ് ബഷീർ പേങ്ങാട്ടിരിയും സെക്രട്ടറി അഷ്റഫ് അലിയും അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് മുസ്തഫയും ജീവനക്കാരായ N ഗണേഷ്, വിഷ്ണു, സൽമാനുൽ ഫാരിസ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വല്ലപ്പുഴ NSS കരയോഗത്തിന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. വല്ലപ്പുഴ NSS കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം വല്ലപ്പുഴ കൃഷ്ണവിലാസ് LP സ്കൂൾ വെച്ചാണ് നടത്തിയത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും നഗരസഭാ അംഗവുമായ P നാരായണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഉന്നമനം നായർ സർവീസ് സൊസൈറ്റിയിൽ കൂടെ മാത്രമാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. സംഘടന പറയും, കുറ്റം പറയും. ഇപ്പോൾ ശബരിമല ഇഷ്യൂ ഉണ്ടായി, അപ്പോൾ പറഞ്ഞു അതിപ്പോൾ എന്താ, നമ്മൾ തന്നെ നമ്മളെ കുറ്റം പറയും. രാവിലെ നീണ്ട ജനറൽ സെക്രട്ടറിയെ 4 ചീത്ത പറയുന്ന നായന്മാരാണ് കൂടുതൽ. സുകുമാരൻ നായർ അങ്ങനെ അത്രേ, സുകുമാരൻ നായർ ഇങ്ങനെ അത്രേ, സുകുമാരൻ നായർ. ഈ സുകുമാരൻ നായർ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം തൊട്ട് ഇന്ന് വരെ നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ 8 മണിയാകുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നാൽ അദ്ദേഹം തിരിച്ചു വന്ന് 10:30 മണിക്കാണ് രാത്രി 365 ദിവസം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വെറുതെ ചീത്ത പറയുന്ന കാര്യം. ഇതിപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടോ എൻ്റെ സ്ഥാനത്താക്കാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല. കാരണം ഞാൻ പിന്നെ എൻ്റെ 19 വയസ്സ് മുതൽ കേരളത്തിൻ്റെ വെളിയിൽ ജോലി ചെയ്ത് ജീവിച്ചിട്ടുള്ള ആളാണ്. ഞാൻ NSSൽ വന്നിട്ട് വളരെ കുറച്ച് കാലമായിട്ട് 15 വർഷമായിരുന്നു. പക്ഷേ അതിൻ്റെ ശേഷം ഷൊർണൂർ കരയോഗത്തിലെ സാധാരണ മെമ്പറായിരുന്ന എനിക്ക് ഇന്ന് ഞാൻ നായർ സർവീസിൽ ഡയറക്ടർ ബോർഡ് അംഗമാവാൻ അതെൻ്റെ പത്രമൊന്നുമല്ല, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ അതാണ് നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത്. എന്ത് നമ്മൾ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചോ അത് വിജയിച്ചിരിക്കും. അത് കുട്ടികൾ പ്രത്യേകം ചിന്തിക്കുക. വെറുതെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പോക്കാനിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ വേറൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ നമ്മൾ നന്നാവില്ല. നമുക്ക് നമ്മുടെ സംഘടനയെ വളർത്തണം. അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ചിന്തിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും. താലൂക്ക് പ്രതിനിധി സഭാ അംഗം VN പ്രസാദ് അധ്യക്ഷനായിരുന്നു. MP രവി, KB ജയചന്ദ്രൻ, K രാജഗോപാലൻ, K ശിവദാസ്, OP പുരുഷോത്തമൻ നായർ, M രമേശ് കുമാർ, M സുരേന്ദ്രൻ, സുമ സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി പടയണി അരങ്ങേറി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.